എൻ്റെ എല്ലാ മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എജ്യൂപോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എക്സാം ഇതാ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാം ഒന്ന് പൊടി തട്ടി നോക്കാനുള്ള സമയമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മിസ്സുമാരും സാറുമാരും ഇങ്ങനെ ഓടി ഓടി വരും. അപ്പോൾ ആ വീഡിയോ കറക്റ്റ് സമയത്ത് വരുന്ന സമയത്ത് തന്നെ എൻ്റെ മക്കൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾ വേറെ ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട. നമ്മുടെ നോട്ട് എന്തായാലും എൻ്റെ മക്കളൊന്ന് ജസ്റ്റ് വായിച്ചിരിക്കണം. കാരണം നമ്മൾ ക്ലാസ് കാണുന്നതോടൊപ്പം ആ നോട്ടിലൂടെ കൂടി ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ നോട്ടിൽ കുറച്ചുകൂടെ കണ്ടൻറ്റ് എന്ത് ചെയ്യും, ജസ്റ്റ് എൻ്റെ മക്കൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് സെറ്റായിരിക്കും. ഈ ക്ലാസ് കാണുകയും ആ നോട്ട്സ് ഒന്ന് വായിക്കുകയും കൂടി ചെയ്താൽ പക്ക ഓക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ താഴെ, അതായത് കമൻറ്റ് സെക്ഷനിൽ, കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യും, നമ്മുടെ നോട്ട്സിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഓടിപ്പോയി ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നമ്മുടെ നോട്ട്സൊക്കെ വായിച്ച് നോക്കുക, സെറ്റാക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് പോയാലോ. ഇവിടെ നോക്കിയേ, എന്താണിത്? നമ്മുടെ ഗോത്ര സമൂഹങ്ങളാണ്. ഗോത്ര സമൂഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ എൻ്റെ മക്കൾ? നമ്മൾ ജീവിക്കുന്ന ആ ഒരു രീതിയിലാണോ അവർ ജീവിക്കുന്നത്? അല്ല, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ആരത്, നമ്മുടെ ഗോത്ര സമൂഹത്തിനുള്ളത് അല്ലേ? നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഗോത്ര സമൂഹങ്ങൾ നമുക്കിടയിലുണ്ടല്ലേ. അവർ കൃത്യമായിട്ടും അവരെവിടെയാണ് താമസിക്കുന്നത്? നമ്മുടെ കൂടെ ആ ഒരു വില്ലേജിലോ അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഈ മാളുകളുടെ അടുത്തോ കടകളുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തോ ഒക്കെയാണോ താമസിക്കുന്നത്? ഇല്ല. ആ ഗോത്ര സമൂഹങ്ങൾക്ക് അവരുടെ കമ്മ്യൂണിറ്റി അവരൊരുമിച്ച് താമസിക്കുകയാണ് ചെയ്യുക. കാരണം ഗ്രാമപ്രദേശങ്ങളിലോ നഗരപ്രദേശങ്ങളിലോ അല്ല അവർ താമസിക്കുക. അവരെവിടെയാണ് താമസിക്കുക? കുന്നിൻ ചെരുവുകളിൽ, ഒറ്റപ്പെട്ട താഴ്വരകളിൽ, അതായത് ഐസൊലേറ്റഡ് വാലീസിൽ, ഹിൽസിൽ ഒക്കെയാണ് എന്ത് ചെയ്യുക, അവർ താമസിക്കുക. നോക്കിയേ, ഒരു പൊതുപ്രദേശത്ത് ഒരുമിച്ച് താമസിക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് എന്ത് പറയുക, ഗോത്ര സമൂഹം അല്ലെങ്കിൽ ട്രൈബ്സ് എന്ന് പറയുക. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹൂ ലിവ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ആൻഡ് സ്പീക്ക് എ ലാംഗ്വേജ് യുണീക്ക് ടു ദം ഈസ് കോൾഡ് എ ട്രൈബ്. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ലാംഗ്വേജും ഉണ്ടാവും, അവർക്ക് അവരുടേതായിട്ടുള്ള എന്തുണ്ടാവും, ഭാഷയുണ്ടാവും. ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് ട്രൈബ്സ് അഥവാ ഗോത്ര സമൂഹം എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഭാഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ വൈഫ്, അതായത് ഭാര്യയ്ക്ക് എന്താ പറയാന്നറിയോ? ഭാര്യയ്ക്ക് എന്താ പറയാ? ഭാര്യയ്ക്ക് പറയുന്നത് വേടിയാര് എന്നാണ്. എന്താണ്? വേടിയാര്. ഭാര്യയ്ക്ക് വേടിയാര് എന്ന് പറയും. അതേപോലെ ഭർത്താവിന് എന്താ പറയാ? ഭർത്താവിന് വേത്താര് എന്ന് പറയും. വേത്താര്. ഭാര്യയ്ക്ക് വേടിയാര്, അതേപോലെ ഭർത്താവിന് വേത്താര്. അതേപോലെ അച്ഛൻ എന്താ പറയാ? അച്ഛന് അപ്പൻ എന്ന് പറയും. എന്ത് പറയും? അപ്പൻ. മിസ്സിന്റെ കൂടെ പറഞ്ഞു പോകണം. അതേപോലെ അപ്പൂപ്പൻ എന്താ പറയാ? ഗ്രാൻഡ് ഫാദറിന് എന്താ പറയാ? അപ്പൂപ്പൻ എന്ത് പറയും? അപ്പൂപ്പന് പേപ്പൻ എന്ന് പറയും. എന്താണ്? പേപ്പൻ. അതേപോലെ ഡോട്ടർ, മകൾക്ക് എന്താ പറയാ? മകൾക്ക് പറയും മോളാര്. എന്ത് പറയും? മോളാര് എന്ന് പറയും. അതേപോലെ മകൻ എന്ത് പറയും? മോനാര് എന്ന് പറയും. മോനാര്. പിന്നെ സിസ്റ്ററിനാണെങ്കിൽ, അതായത് സഹോദരിക്ക് എന്താ പറയാ? എല്ലാവരും കമന്റ് ചെയ്ത് നോക്കണം. സഹോദരിക്ക് ആച്ചി എന്ന് പറയും. അതേപോലെ സഹോദരന് ആട്ടൻ എന്നും പറയും. ഇങ്ങനെയാണ് അവരുടെ എന്ത് ചെയ്യുക, സംസാര ഭാഷ. നമ്മളെപ്പോലെയാണോ? നമ്മൾ ആച്ചി എന്നാണോ പറയാ? അല്ല, അവരുടെ ഒരു ഭാഷാ രീതിയാണിത്. ഭാര്യയ്ക്ക് വേടിയാരെന്നും ഭർത്താവിന് വേത്താര്, അച്ഛന് അപ്പൻ, അപ്പൂപ്പന് പേപ്പൻ, മകൾക്ക് മോളാര്, മകൻ മോനാര്, സഹോദരൻ ആട്ടൻ, സഹോദരി ആച്ചി. ഇങ്ങനെ ഇത്തരത്തിൽ ആണ് അവരുടെ ആ ഒരു ഭാഷ. ഇങ്ങനെ മകന് എന്താ പറയാന്നൊക്കെ ചോദിച്ച്
പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം, പറയാൻ പറ്റണം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ നോട്ട്സും മിസ് ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വെക്കും. നമ്മൾ ഈ മിസ്സിൻ്റെ ക്ലാസ് കണ്ട് ഉടനെ ഓടിപ്പോയിട്ട് ആ നോട്ടും കൂടി എടുത്ത് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം സെറ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, എല്ലാ മക്കൾ കാണുന്ന ഈ ഒരു വീഡിയോ മക്കളുടെ ഫ്രണ്ട്സിനും കൂടി അയച്ചു കൊടുത്താൽ അവർക്കും കൂടി പഠിക്കാൻ പറ്റിയാൽ, നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാൻ പറ്റിയാൽ, നല്ല മാർക്ക് കിട്ടിയാൽ എല്ലാവർക്കും സന്തോഷമാവൂലേ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് മാർക്ക് കുറഞ്ഞാൽ ആൾക്ക് എന്തൊരു വിഷമം ഉണ്ടാവും. അപ്പം നമ്മൾ അയച്ചു കൊടുത്തത് കണ്ടിട്ട് അവർക്ക് മാർക്ക് കിട്ടുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹവും നമുക്ക് ആ ഒരു എന്താ പറയുക, നല്ല ഒരു സുഖം ഉണ്ടാവും. അവർക്ക് മാർക്ക് കിട്ടി, എൻ്റെ ഫ്രണ്ടിനും മാർക്ക് കിട്ടി, എനിക്കും മാർക്ക് കിട്ടി, നമ്മുടെ ക്ലാസ്സിൽ എല്ലാവർക്കും സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താലേ എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ മിസ് വരുന്നപ്പോൾ എൻ്റെ മക്കൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി അന്നുള്ള ക്ലാസ്സുകൾ അന്നു കാണാനേ ഇനി എന്ത് ചെയ്തു സമയമുള്ളൂ. കാരണം നമ്മുടെ എക്സാം ഇതാ ഇങ്ങനെ പുറകെ തന്നെ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നിൽ ഓടി ജയിക്കേണ്ടതാണ്. അപ്പോൾ നല്ല മാർക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ മക്കളുടെ കമൻറ്റ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് മിസ്. അപ്പോൾ ഓക്കെ അല്ലേ? സെറ്റാണെങ്കിൽ ബൈ.